ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ടോ. നല്ല കുറുകി ചാറോട് കൂടി തന്നെ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ഇടന്നാലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ കുറച്ച് കൊഴുപ്പുള്ളതും എല്ല് ഭാഗമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര സവാള സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചതാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളും കൂടി ചേർക്കുന്നത് അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് എത്ര വിസിലാക്കുന്നു അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇന്നതാവുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയുള്ള ഒരു മസാലയും കൂടി റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലാണ്, അതേപോലെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകല്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാളയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 1 കിലോ ബീഫിന് മൊത്തം 3 സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൽ നേരത്തെ ഞാൻ ഒരു 1/2 സവാള അതിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് വേവിക്കുമ്പോൾ. ബാക്കിയുള്ള സവാളയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മൂടി വെച്ച് വഴറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വഴന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ ചേർത്തുകൊണ്ട് ഇപ്പോൾ അധികം ചേർക്കണില്ല, 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ 3 തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ 2 മതി. ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബീഫ് മസാലയാണ് കേട്ടോ. ബീഫ് മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏതാണെങ്കിൽ കുഴപ്പമില്ല. അത് 2 ടീസ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഫ് കറിക്ക് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. മുളക് പൊടി ചേർക്കാതെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മളധികം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണമുണ്ട്. അതിൻ്റെ മണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച ബീഫും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫൊക്കെ നല്ലോണം വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ തന്നെ നല്ല കുറുകിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ മസാലയും ബീഫൊക്കെ നല്ലോണം കുറുകി സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചുഴറ്റി പാന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കറിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിള വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഈ ഒരു ടൈമിൽ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ബീഫ് കറിക്ക് നല്ല മണം കിട്ടാറ്. അപ്പോൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വീണ്ടും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ കറിയാണ്. അതേപോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പത്തിരിക്കും ചോറിനും പൊറാട്ടയ്ക്കൊക്കെ അടിപൊളി കോംബോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരായി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് കിട്ടും. നമ്മളിതിൽ തേങ്ങ ഒന്നും അരക്കണില്ല,
എന്നാൽ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടെ തന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.